ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വിജയ. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഞങ്ങളും ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ റാഗിപ്പൊടിയും കൊണ്ട് ഇന്ന് റാഗിയപ്പം ഉണ്ടാക്കുന്നുണ്ടെന്ന്. അപ്പോൾ അന്ന് അരച്ച് വെച്ചത് വരെ വീഡിയോ ഇട്ടുള്ളൂ. അപ്പോൾ ഇന്ന് കാണിക്കണമെന്ന് ചിലരൊക്കെ പറഞ്ഞ്, അപ്പം അല്ലെങ്കിൽ ഞാൻ കാണിച്ചതന്നെയായിരുന്നു. അപ്പോൾ റാഗി ഞാൻ രാവിലെ വന്ന് നോക്കിയോണ്ടേ നമ്മൾ ഒത്തിരി അങ്ങ് മേളി വരെ പൊങ്ങി വന്നില്ല, എന്നാലും അത് പുളിച്ചൊക്കെ വന്നു. സാധാരണ നമ്മൾ അത്രയൊക്കെ ഈസ്റ്റ് ഇടുന്നുണ്ടേ അപ്പത്തിനൊരു പുളിയുണ്ട്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇത് അധികം നേരം വെക്കേണ്ടായിരുന്നു, അതുകൊണ്ട് അത് ഒത്തിരി പുളിയൊന്നും ഇല്ലായിരുന്നു. ഞാനും ആദ്യമായിട്ട് ഉണ്ടാക്കുമല്ലേ, എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു എങ്ങനായി വരുമെന്ന്. അപ്പം ഞാൻ അതിൻ്റെ നടുക്കൊന്ന് തൊട്ട് നോക്കി ഇനിയും വേവാനുണ്ടോയെന്നൊക്കെ. അപ്പം വേവുമൊക്കെ ചെയ്തു. അപ്പോൾ ആദ്യത്തെ ഞാൻ ഇങ്ങനെ എടുത്ത് ആവശ്യത്തിന് സോഫ്റ്റ്നെസ്സും എല്ലാം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എങ്ങനെ മാവ് കലക്കി വെച്ചതെന്നുള്ളത് ആരെങ്കിലും ആദ്യമായിട്ടിപ്പോൾ കാണുവാണെങ്കിൽ കണ്ടിട്ടില്ല എങ്കിലൊന്ന് പറഞ്ഞേക്കാം. അപ്പോൾ ഇതിൻ്റെ അരിക് ഒരിച്ചിരി ക്രിസ്പിനെസ് പോലുണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ല, ഞാനൊരു 1/4 ടീസ്പൂൺ പേരിന് വേണ്ടി ഈസ്റ്റേ ചേർത്തുള്ളെന്ന്. നിങ്ങളിപ്പോൾ അതിനേക്കായി തേങ്ങയും കുറച്ച് നേരം കൂടെ ഒക്കെ ഇരിക്കുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു അങ്ങനെ അത്രയും ക്രിസ്പിനെസ് വരത്തില്ലായിരിക്കുമെന്ന് എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ പറഞ്ഞതാണ്. അപ്പം ഞാൻ രണ്ട് പാലപ്പച്ചട്ടി വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. കാരണം ഇത് കുറേ നേരം നമ്മളിങ്ങനെ നിൽക്കുന്നതിനൊക്കെ 2 ഉള്ളത് കൊണ്ട് ഞാൻ മറ്റേതുകൂടെ എടുത്ത്, പിന്നെ ചായക്കൊക്കെ വെള്ളം വെച്ചു, പാലൊക്കെ കാച്ചി. ഞാനിതിൻ്റെ ബാറ്റർ തയ്യാറാക്കിയത്, ഞാനിവിടെ ഇപ്പം 1.5 കപ്പ് നമ്മുടെ റാഗി പൗഡറാണ് എടുത്തത്. എൻ്റെ കയ്യിൽ അത്രയും ഉള്ളായിരുന്നു, അതുകൊണ്ടാണ് 1.5 കപ്പ് എടുത്തത്. ഇപ്പോൾ ഈ 1.5 കപ്പിൽ എനിക്ക് ഒരു 20-22 അപ്പം ഉണ്ടാക്കാൻ പറ്റി. അപ്പം നമ്മളിത് തയ്യാറാക്കുന്ന സമയത്ത് ഞാനൊരു 1/2 കപ്പ് ഒന്ന് കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. അപ്പോഴത്തേക്കിന് ഇതെല്ലാം ഒന്ന് കലക്കി വരുമ്പോഴത്തേക്കിന് അത് ഇച്ചിരി ഒന്ന് സോഫ്റ്റായിട്ടൊന്ന് കുതിർന്ന് വരും. എന്നിട്ട് നമുക്ക് ഈ റാഗി പൗഡർ ഇത് കാണാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഈ പറയുന്നത്, ഇച്ചിരി ഒന്ന് നമുക്ക് ആ കട്ടയൊക്കെ ഒന്ന് മാറ്റി ഒന്ന് കലക്കി ഇങ്ങനെ എടുക്കണം. കലക്കി വെച്ചിട്ടൊരു 10 മിനിറ്റ് അങ്ങോട്ട് മാറ്റി വെച്ചേരെ. എന്നിട്ട് ആ സമയം കൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, ഞാനിവിടെ അവലവിടെ മാറ്റി വെച്ചിട്ടുണ്ട്, കഴുകി വെള്ളം ഒഴിച്ച്. 1 കപ്പ് തേങ്ങ കപ്പിലെടുക്കുമ്പം അമക്കി കൊള്ളിച്ച് തേങ്ങ എടുക്കണേ. അല്ലെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റി ഇങ്ങനെ പൊങ്ങി ഇരിക്കുവാണെങ്കിൽ തേങ്ങയുടെ ടേസ്റ്റ് കൂടി ഇല്ലെങ്കിൽ അത്ര ശരിയാവത്തില്ല. എന്നിട്ടൊരു 1/4 ടീസ്പൂൺ ഈസ്റ്റും ആ അവലും, പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ പഞ്ചസാര ചേർക്കുന്നില്ലെന്ന്. നിങ്ങൾക്ക് പഞ്ചസാര ചേർക്കണമെങ്കിൽ ഈ സമയം 1-2 ടേബിൾ സ്പൂൺ നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് അരയ്ക്കാം. ഞാൻ ആദ്യം തേങ്ങ അവലൂടെ ഒന്ന് അരച്ചതിന് ശേഷം നമ്മൾ കലക്കി വെച്ച റാഗി ആ പൗഡർ കൂടെ ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തത്. എന്നിട്ട് ഒന്നുകൂടെ അരച്ചിട്ട് നമ്മൾ കലക്കി വെക്കുന്നത് പോലെ എല്ലാം നന്നായി കലക്കി കൂടിപ്പോയ ഒരു 6 മണിക്കൂർ അത്രയാകുമ്പോഴത്തേക്കിന് ഇത് നന്നായി ഫെർമെൻറ്റേഷനായിട്ട് വരും. അതനുസരിച്ച് ഞാൻ ഒത്തിരി ലേറ്റായിട്ടാണ് ഇത് അരച്ച് വെച്ചത്. അതനുസരിച്ച് നിങ്ങൾ തയ്യാറാക്കി വയ്ക്കുക. ഞാൻ കുറുമയും അപ്പവും രണ്ടും കൂടെ ഉണ്ടാക്കുന്നത്. പക്ഷേ ഞാൻ ഈ വീഡിയോ സെലക്ട് ചെയ്ത് വെച്ച ഉടനെ അപ്പത്തിൻ്റെ മാത്രം കണ്ടിന്യൂസ് അങ്ങ് ഞാൻ ഇട്ടു. അത് കഴിഞ്ഞാൽ കുറുമയുടെ ഇട്ടേക്കുന്നത്. അപ്പോൾ പിന്നെ ഞാൻ ഓർത്തത്, ഇനിയിപ്പം ഞാൻ കുറുമ ഇടയ്ക്ക് കയറ്റി നിങ്ങളെ കാണിക്കുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ വോയിസ് ഓവറും എൻ്റെ വീഡിയോയും കൂടെ മാച്ച് ആവത്തില്ല. എനിക്ക് ഒത്തിരി അത് ഡബിൾ ജോലിയാവും. അതുകൊണ്ട് അപ്പത്തിൻ്റെ മൊത്തം കാണിച്ചതിന് ശേഷം ഞാൻ കുറുമയുടെ കാണിക്കാമേ. അപ്പം എന്നാണ്ടിപ്പം നിങ്ങൾ കണ്ടില്ലേ, നല്ല ആവശ്യത്തിനുള്ള സോഫ്റ്റ്നെസ്സും എല്ലാം ഉണ്ട്, നല്ല അപ്പം. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ കുറുമയാന്ന് പറഞ്ഞില്ലേ, നല്ല കുറുകിയ കുറുമയാണ്. അപ്പം പിള്ളേർക്കാവുമ്പം ഇത് ഇത്രയും കുറുകൽ പോരാ, അവർക്കൊരു ഇത്തിരി ലൂസായിട്ട് വേണം. ഇച്ചിരി കടുകും, ഒരു ചെറിയ കഷ്ണം പട്ട, ഇച്ചിരി പെരിഞ്ചീരകം. ഇതൊന്ന് പൊട്ടി വന്നപ്പോഴത്തേക്കിന് ഇതിലേക്ക് ഞാൻ കുറച്ച് ഉരുളൻകിഴങ്ങ്, ക്യാരറ്റ്, ഒരു ക്യാപ്സിക്കം ഉണ്ടായിരുന്നു, ക്യാപ്സിക്കം, ഇതെല്ലാം കൊടുന്ന് ഇതിൻ്റെ അകത്തിട്ട്, നിങ്ങൾക്ക് എന്തൊക്കെ വെജിറ്റബിൾസ് വേണോ അതൊക്കെ ചേർക്കാം. പിന്നെ ഒരു സവാള, ഇതെല്ലാം കൂടെ. പച്ചമുളക് ഞാൻ ഒരു 2-3 കാരണം നമ്മൾ മുളക് പൊടി ചേർക്കാത്തതുകൊണ്ട് എരിവിനനുസരിച്ച് പച്ചമുളകാണ് ചേർക്കുന്നത്. എന്നിട്ട് അതെല്ലാം കൂടി ഇതിൻ്റെ അകത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സ്വല്പം ഉപ്പും മഞ്ഞളും ഇട്ട് ഈ കഷ്ണങ്ങളൊന്ന് വഴറ്റിയെടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇതിൽ ചേർക്കുന്നുണ്ട്. ഇപ്പോൾ കറി മഞ്ഞ കളറി വേണ്ടെങ്കിൽ ഇപ്പം ഈ സമയത്ത് മഞ്ഞൾപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. എനിക്ക് കഷ്ണങ്ങൾ ഇച്ചിരി മഞ്ഞയായിട്ടിരിക്കേണ്ടിയിട്ട് ഞാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചേർത്തതൊന്ന് വഴറ്റിയെടുക്കട്ടെ.
കുറച്ച് നേരം ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ കഷ്ണങ്ങളൊക്കെ നന്നായി അങ്ങ് വെന്തിട്ടുണ്ട്. നമ്മളിപ്പോൾ സ്പൂണും കൊണ്ട് ഇങ്ങനെ ഉടയ്ക്കുവാണെങ്കിൽ ഉടഞ്ഞു പോകും, അതുപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. ഞാൻ പറഞ്ഞില്ല, ഇതിൽ മുളക് പൊടി ചേർക്കുന്നില്ല, അതിനോട് എരിവിനനുസരിച്ച് പച്ചമുളകാണ് ചേർക്കേണ്ടത്. ഇപ്പോൾ ക്യാപ്സിക്കം കൂടെ ചേർത്തത് കൊണ്ട് ഞാനൊരു 3 പച്ചമുളകേ ചേർത്തുള്ളൂ. ഇതിലേക്കൊരു 4 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നിടം വരെ ആ പൊടികളും എല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പെരുംജീരകത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ ആദ്യം ഞാൻ പെരുംജീരകം ചേർത്തില്ലേ, അതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഈ പൊടികൾ ചേർക്കുന്ന സമയത്ത് കുറച്ച് പെരുംജീരക പൊടിയും കൂടെ ചേർത്താൽ മതി. ഞാനിതിലേക്കൊരു 1/2 മുറി തേങ്ങായുടെ അരച്ച് ചേർക്കുന്നുണ്ട്. തേങ്ങയും ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് ഇതൊന്ന് തിളയ്ക്കട്ടെ. അപ്പം നിങ്ങൾക്ക് എത്രയും ചാറ് വേണോ അതനുസരിച്ച് ചേർക്കാം. പക്ഷെ ഒത്തിരി അങ്ങ് ചാറാക്കണ്ടേ. ഇവിടെ പിള്ളേർക്കൊക്കെ ആകുമ്പം അത് കഴിക്കുമ്പോൾ അവർക്ക് ഇച്ചിരി ചാറ് വേണം. അപ്പം ഞാൻ ഇച്ചിരി ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കും. അല്ലാതെ തിക്കായിട്ടിരിക്കേണ്ടവർക്ക് വേണമെങ്കിൽ തിക്കായിട്ട് കൊടുക്കും. അപ്പം ഞാൻ ഇച്ചിരി ഉപ്പൊക്കെ നോക്കും. നല്ല അടിപൊളി ടേസ്റ്റ് എന്ന് വെച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഒത്തിരി അങ്ങ് വെട്ടി തിളച്ചാൽ ഒരു തിള വേറാറായണ ഞാൻ തീ ഓഫാക്കി. ചട്ടിയല്ലേ, അപ്പം ചട്ടിയിലൂടെ ഇരുന്നൊന്ന് തിളയ്ക്കും. അപ്പോൾ ഇത്രയും കുറുകൽ ഞാൻ എടുത്തിട്ടുണ്ട്. തണുക്കുമ്പം കുറേയും കൂടെ അങ്ങ് നന്നായി കുറുകും. അതനുസരിച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തെടുക്കേ. നല്ല അടിപൊളി കറിയായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ട ചേർക്കണമെങ്കിൽ മുട്ടയും കൂടെ ചേർക്കാം. അതേസമയം ഇതേ പ്രൊസീജിയറിൽ നിങ്ങൾക്ക് വെജിറ്റബിൾസ് അല്ലെങ്കിൽ മുട്ടയിട്ട് ഇങ്ങനെ ഉണ്ടാക്കാം, വെജിറ്റബിൾസ് മാറ്റിയിട്ട്. ഇപ്പോൾ രാവിലത്തെ എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ പ്രൈസമോൻ മാത്രം ഒരെണ്ണേ കഴിച്ചുള്ളൂ. ബാക്കി എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ അന്നേ ഡാഡിക്കൊന്നും കുഴപ്പമില്ലായിരുന്നു. ഇപ്പോൾ പിള്ളേർക്ക് രണ്ടിനുമായിരുന്നു കുഴപ്പം. അപ്പം ഞാൻ ഇനിയൊരു കാബേജ് തോരനൊക്കെ വെക്കാൻ പോവുക. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇവിടെ എല്ലാം ക്ലീനിങ് ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉച്ചക്കത്തെ പരിപാടികൾ തുടങ്ങുന്നത്. അരി തിളപ്പിച്ചിട്ടിട്ടുണ്ട്. പിന്നെ പാത്രങ്ങളൊക്കെ കഴുകാനുള്ളത് കഴുകി. അപ്പോൾ തുണി കഴുകാനിട്ടിട്ടുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ ജോലികളൊക്കെ ഒന്ന് ഒതുക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ജൂലിയ പറഞ്ഞു, ചേച്ചി മക്കൾ വയ്യെങ്കിലും ഓടി നടക്കട്ടെ. അത് പറഞ്ഞത് വളരെ വാസ്തവമാണ്. ഈ ഓടി നടക്കുന്ന പിള്ളേരൊന്ന് മാണ്ട് കിടക്കുവാണെങ്കിൽ നമുക്ക് ഭയങ്കര വിഷമമല്ലേ. അപ്പോൾ ജൂലിയത പറഞ്ഞ, ചേച്ചി ഒന്ന് കിടക്കുവാണെങ്കിൽ നമുക്ക് ടെൻഷനല്ലേ, അതുകൊണ്ട് ഓടി നടന്നാലും കുഴപ്പം. ഞാൻ പിന്നെ എന്താണെന്നോ, അവന് ഈ ഓടുമ്പോഴേ ചുമച്ച് ശ്വാസം മുട്ടുന്ന പോലെ, മീൻസ് കഫമൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ടേ ചെസ്റ്റ് കൺജഷൻ ഉണ്ടായിരുന്നു, പ്രോബ്ലം ആവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഓടി നടക്കണ്ടടാന്ന്. അതുപോലെ ആർക്കെങ്കിലും വീഡിയോ ഇഷ്ടമായെങ്കിൽ, നിങ്ങൾക്ക് പ്രയോജനമാകുന്നുവെങ്കിൽ ആ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവിനൊക്കെ. അതുപോലെ എന്ത് അഭിപ്രായമാണെങ്കിലും കമൻറ്റിൽ കൂടി അറിയിക്കണം. സബ്സ്ക്രൈബ് ചെയ്തവർ സബ്സ്ക്രൈബ് ചെയ്യണ്ട. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ആ റൈറ്റ് സൈഡിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ ഒരു ബെല്ലൈക്ക് ബട്ടൺ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. അപ്പോഴേ നമ്മുടെ വയനാട്ടിലെ ആ റാഗിങ് സംഭവം നിങ്ങളൊക്കെ ന്യൂസിലൊക്കെ കണ്ടു കാണുമല്ലേ. അപ്പോൾ അത് കേട്ടിട്ട് സത്യം പറഞ്ഞാൽ മനുഷ്യന് ഇപ്പം മക്കളെയൊക്കെ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് അവരെ ഹോസ്റ്റലിലൊക്കെ വിടാനൊക്കെ നമുക്ക് നിർത്തി പഠിപ്പിക്കണമെന്നുള്ളൊരു സാഹചര്യം വരുവാണെങ്കിൽ അങ്ങനെയൊക്കെ വിടാനിപ്പോൾ ഒരു പേടി. പണ്ടൊക്കെ ആണെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനൊരു സംഭവമേ ഇല്ല. ഇപ്പം ഓരോ ദിവസം പോകുന്തോറും ലോകമാണെങ്കിലങ്ങ് മനുഷ്യർ തമ്മിലാണെങ്കിലും എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാൽ കടിച്ച് തിന്നുന്ന ഒരവസ്ഥയാണ്. അതിൻ്റെ മെയിൻ കാര്യം എനിക്ക് തോന്നുന്നത്, പണ്ടൊക്കെ നമ്മൾക്കിടെ എന്ന് പറയാൻ ഇപ്പോഴത്തെ ഈ ടെക്നിക്ക്, ഒന്നാമത് മൊബൈല്, ലാപ്ടോപ്പ്, ഇത് പണ്ട് നമ്മൾ ചുരുക്കം ചില വീടുകളിൽ റേഡിയോ തന്നെ കാണത്തുള്ളൂ. നമുക്കതൊന്നും കാണാനും കേൾക്കാനും ഉള്ള സമയമില്ല. പിന്നെ ഇപ്പോഴത്തെ കുട്ടികൾക്കെന്ന് പറഞ്ഞാൽ കഷ്ടപ്പാടില്ല, പൈസയ്ക്ക് ബുദ്ധിമുട്ടില്ല, ഇഷ്ടം പോലെ പൈസ, ബുദ്ധിമുട്ടില്ല, ആഹാരത്തിന് കുറവില്ല, ഒന്നിനും കുറവില്ല. അവരുടെ ഇഷ്ടത്തിന് എന്തുവാന്ന് വെച്ചാൽ പേരൻസ് കൊടുക്കുവാന്ന്. നമ്മുടെ സമയത്തൊക്കെ നമ്മൾ സ്കൂളിൽ പോകുന്ന സമയത്ത് ഒരു ബസ്സിൽ പോലും പോകത്തില്ല, മൈലുകൾ താണ്ടി നടന്നായിരുന്നു പോകുന്നത്. പിന്നെ ഇതുപോലെ ഫീസും കൊടുക്കണ്ട. പിന്നെ നമ്മൾ നമ്മുടെ വീട്ടുജോലികൾ ചെയ്ത് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ആഹാരത്തിന് പോലും നിവൃത്തിയില്ലാത്ത അവസ്ഥകൾ നമുക്കൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ എന്തുവാ സത്യം വന്നാൽ ദൈവമേ, ആ അച്ഛനും അമ്മയ്ക്കും
പോയില്ലേ അവരുടെ കുഞ്ഞ്. ഇങ്ങനെയും ക്രൂരമായിട്ട് മനുഷ്യർ റാഗിങ് വേണം. ഞാൻ ഈ റാഗിങ് എന്ന് പറയുന്ന ഒരു സമ്പ്രദായമേ അങ്ങ് നിർത്തണം. അവരും ചിന്തിക്കണം, അവരും ഇതൊക്കെ കഴിഞ്ഞല്ലേ വന്നത്. അപ്പൊ എന്തൊക്കെയാ നടക്കുന്നത് സത്യം പറഞ്ഞാൽ അത് കേട്ടിട്ട് തന്നെ മനുഷ്യന്റെ മേല് പെരുക്കുന്നു. എന്താ ഇത്, അവർക്ക് എങ്ങനെ തോന്നുന്നത്? ഇപ്പൊ നമുക്കെന്ന് പറയുന്നൊരു മനസാക്ഷി നമ്മുടെ മനസ്സിൽ വരും. മെയിൻ നമ്മൾ ഏത് ജാതിയിലും ആകട്ടെ, നമ്മൾ നമ്മുടെ മക്കളെ ആത്മീയമായിട്ടൊന്ന് വളർത്തണം. അപ്പം ഞാനിങ്ങനെ പറയുന്നു, നമ്മുടെ കുഞ്ഞുങ്ങൾ വീട്ടിലൊക്കെ നല്ലവരാ, അവർ വെളിയിൽ ചെന്ന് എന്തൊക്കെയാണ് കാണിക്കുന്നത് നമുക്ക് മനസ്സിലാവത്തില്ല. അതുകൊണ്ട് എപ്പോഴും നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല, നമ്മൾ പ്രാർത്ഥിക്കുമ്പം ഞാൻ പ്രാർത്ഥിക്കുന്ന ഇങ്ങനെ. അപ്പം നിങ്ങളിപ്പോൾ ചിലർ ചിന്തിക്കുമോ നിങ്ങൾ മാത്രമേ എങ്ങനെ പ്രാർത്ഥിക്കത്തുള്ളൂ എന്ന്. അങ്ങനെയല്ല, നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം, അവരുടെ കൂട്ടുകാരെ ഓർത്ത് പ്രാർത്ഥിക്കണം, അവരുടെ പോകുന്ന ഓരോ പോക്കിലും ദൈവമേ കാത്തോളെ, അവരുടെ ടീച്ചർമാരെ ഓർത്ത് പ്രാർത്ഥിക്കണം. അപ്പം നമുക്ക് ഇതൊക്കെ പറ്റത്തുള്ളൂ. നമുക്കിപ്പോൾ ഒരു ദിവസം കൊണ്ടൊന്നും നമുക്ക് ഈ ലോകം നന്നാക്കാൻ പറ്റത്തില്ല. നമ്മളെ കഴിയുന്നത് എനിക്കെന്ന് പറയുന്നത്, എനിക്ക് പറയാൻ പറ്റുന്നത് പ്രാർത്ഥനയേ ഉള്ളൂ. ഇപ്പം ഞങ്ങൾ രാത്രി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ അയൽവക്കക്കാർക്ക് നമുക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കാതെ, നമ്മൾ താമസിക്കുന്ന ആ ഏരിയ ദൈവമേ കാത്തോളെ, ഒരു അനിഷ്ട സംഭവം നടക്കല്ലേ, അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കും. പക്ഷെ അതെല്ലാം അങ്ങ് നടക്കണമെന്നുമില്ല. അങ്ങനെ എല്ലാം നമ്മൾ പ്രാർത്ഥിച്ച ഒട്ടനെ അങ്ങ് നടക്കുമെന്ന് വെച്ചാൽ മനുഷ്യരുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളൊക്കെ വരും. പക്ഷെ നമ്മളാ കഴിയുന്നത് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. നമ്മൾ പാർക്കുന്ന ആ ദേശം ദൈവമേ സംരക്ഷിച്ചോളണേ, ഒരനിഷ്ട സംഭവം നടക്കല്ലേ, അടി ബഹളം വഴക്ക് ഒന്നും ഉണ്ടാകും. ഞങ്ങൾക്ക് നല്ലൊരു ഗവൺമെൻറ് നമുക്ക് വേണം. കാരണം നമുക്ക് സപ്പോർട്ട് തരുന്ന, ഒരു കലാപങ്ങളില്ലാത്ത സമാധാനപരമായിട്ട് ഓരോ ദിവസവും മുന്നോട്ട് പോകാനായിട്ട്. എന്നുവെച്ചാൽ വെളിയിലോട്ടൊക്കെ ഇറങ്ങാൻ തന്നെ ഇപ്പം മനുഷ്യർക്ക് പേടിയല്ലേ. എന്തൊക്കെയാണ് നടക്കുന്നത്? കേരളം ദൈവത്തിൻ്റെ നാടാന്ന് പറഞ്ഞിട്ട് കേരളം ആകെ നശിച്ചുകൊണ്ടിരിക്കുക. എന്തായി നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എൻ്റെ ദൈവമേ. ഓരോ ദിവസവും പോകുന്തോറും ഒരു നല്ല വാർത്ത നമുക്ക് കേൾക്കാനില്ല, ഇങ്ങനെയുള്ള ഓരോ വാർത്തകളെ കേൾക്കാനുള്ളൂ. അപ്പനെന്നില്ല, അമ്മയെന്നില്ല, അപ്പനെയും അമ്മയും ബഹുമാനമില്ല. നമ്മുടെ സമയത്തൊക്കെ നമ്മൾ എന്തോ ബഹുമാനം അപ്പനെയും അമ്മയൊക്കെ. ഇപ്പം അപ്പനെയും അമ്മയെന്നില്ല, സഹോദരങ്ങളൊന്നുമില്ല. അവർക്ക് അവരവരുടെ കാര്യം, ഇതിൽ നിന്ന് എന്തോ നേടുന്നെന്ന് എനിക്കറിയത്തില്ല. നമുക്ക് എപ്പോഴും പ്രാർത്ഥിക്കാം, നമ്മുടെ കുഞ്ഞുങ്ങൾക്കും അവരുടെ കൂട്ടുകാർക്കും എല്ലാം വേണ്ടി, ഒരു കുഞ്ഞുങ്ങൾ പോലും നശിച്ചു പോകാതിരിക്കാൻ. ഓക്കെ, നിങ്ങളാരും ഇതിലൊന്നും തെറ്റിദ്ധരിക്കരുത്. ഞാനങ്ങ് എൻ്റെ അവസ്ഥയൊക്കെ പറഞ്ഞത് കേട്ടോണ്ടേ തന്നെ അഖിലും കമൻറ്റിൽ കൂടെ പറഞ്ഞു, ചേച്ചി ഞങ്ങളും റാഗിങ്ങൊക്കെ ചെയ്തിട്ടുണ്ട്, ഇതെന്തുമായിരുന്നു ചേച്ചിന്ന്. പിന്നെ പാലപ്പത്തിൻ്റെ കാര്യം നിങ്ങൾ കറക്റ്റ് ഞാൻ പറയുന്നത് കേൾക്കുക, പിന്നെ ഫ്ലോപ്പ് ആയെന്നൊന്നും നിങ്ങൾ പറയില്ല. ഞാൻ ചെയ്ത രീതി, പഞ്ഞിപ്പൂലാകുമ്പോൾ ഒത്തിരി നേരം ഞാൻ പറഞ്ഞില്ലേ അത് ഫെർമെൻറ്റേഷൻ ആവാൻ ഒത്തിരി സമയം എടുക്കത്തില്ലെന്ന്. നമ്മൾ സാധാരണ അരിയൊക്കെ അരച്ച് തേങ്ങയൊക്കെ അപ്പത്തിനുണ്ടാക്കുവാണെങ്കിൽ ഒരു 8-9 മണിക്കൂറൊക്കെ വെക്കുന്നവരുണ്ട്. പക്ഷേ ഇത് അത്രയും വെക്കേണ്ട ആവശ്യമില്ല. അതുപോലെ ഈസ്റ്റും ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരു 1/4 ടീസ്പൂണേ ചേർത്തുള്ളൂ. കാരണം അന്ന് അപ്പം ഉണ്ടാക്കുന്ന എനിക്ക് മനസ്സിലായി ഇത് എത്രമാത്രം ഫെർമെൻറ്റേഷൻ പെട്ടെന്നാവുമെന്നുള്ളത്. ഇതിപ്പോൾ എൻ്റെ മൂക്കേ ഒന്ന് വിയർത്തത് കൊണ്ടാട്ടോ, സോറി. അപ്പോൾ പഞ്ചസാരയും കൂടെ ചേർക്കുകയാണെങ്കിൽ കുറേയും കൂടെ നല്ലതായിരിക്കും. ഞാൻ പഞ്ചസാര ചേർത്തില്ല. പിന്നെ അരി ചേർത്തും ഉണ്ടാക്കുന്നവരുണ്ടായിരിക്കാം. ഞാൻ പക്ഷേ അരിയും ചേർത്തില്ല, ഇത്രയേ ചേർത്തുള്ളൂ. നല്ല പാലപ്പമായിരുന്നു. അപ്പം അതിൻ്റെ കൂടെ വെജിറ്റബിൾ കുറുമയാണ് ഉണ്ടാക്കിയത്. അപ്പം ഇനിയിപ്പം എപ്പോഴും ഞാൻ ചിന്തിക്കുക, വാങ്ങിച്ചിട്ട് ദോശ ഉണ്ടാക്കുമ്പോഴും അരിയുടെ കൂടെ ആണെങ്കിലും ഒരു ഇച്ചിരി ഇതൊക്കെ ചേർക്കാമെന്ന്. പഞ്ഞിപ്പുല്ല് എന്തുവാണെങ്കിലും ശരീരത്തിന് വളരെ ഗുണങ്ങൾ തരുന്ന, അയണുണ്ട്, കാൽഷ്യം ഉണ്ട്, എല്ലാം കൊണ്ടും നല്ലതാണ് ഈ മില്ലറ്റുകൾ ഉപയോഗിക്കുന്നത്. എനിക്ക് ഇച്ചിരി ചോളം, നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ കഴിക്കത്തില്ലായിരുന്നോ ഒരു സൈസ് ചോളം പുട്ട്, അത് വേണമെന്നുണ്ട്. അതെനിക്കൊന്ന് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. ആ ഒരു ടേസ്റ്റ് ഇപ്പോഴും മാറുന്നില്ലെന്നുള്ള. പിന്നെ ആ ജവാറ് കുറച്ചുകൂടെ വാങ്ങിച്ച് അരിയുടെയൊക്കെ കൂടെ ഇട്ട് അന്ന് ഞാൻ ഉണ്ടാക്കി. അന്ന് ഫ്ലോപ്പായി പോയില്ലേ, ഞാനത് ഉണ്ടാക്കി ശരിയാക്കി. എന്നോട് എല്ലാവരും പറഞ്ഞായിരുന്നല്ലേ ചേച്ചി അപ്പം ത്തിൻ്റെ റെസിപ്പി കാണിക്കണേന്ന്. പക്ഷെ മറ്റേതിൻ്റെ കൂടെ ഇതെന്ന് പറയുന്നത് ഇത്തിരി നല്ല ക്രിസ്പി പോലൊക്കെ ആവും സൈഡൊക്കെ. എനിക്ക് ദോശ ഉണ്ടാക്കുമ്പം ചില സമയത്ത് അങ്ങനെ ഉണ്ടാവും. അങ്ങനെ ഉണ്ടാക്കിയെടുക്കും ചില ക്രിസ്പി സൈഡ്,
ക്രിസ്പി ആയിട്ടിരിക്കുന്ന ഇഷ്ടമാണ്, ചിലർക്ക് സോഫ്റ്റ് ആയിട്ടിരിക്കുന്നതായിരിക്കും ഇഷ്ടം. ഇനി ഇവിടെ കുഴപ്പമൊന്നുമില്ലാതെ കളറ് കണ്ടോണ്ടേ അന്നത്തെ കൂട്ട് പറഞ്ഞാൽ ഇതെന്ത് നമ്മുടെ കളറിലല്ല ഗുണത്തിലാണ് കഴിച്ചു പിള്ളേർക്ക്, കറിയൊക്കെ നല്ലതായതുകൊണ്ടേ. എന്നിട്ട് എന്തുവാ കഴിഞ്ഞ കമൻറ്റിലേ ഞാൻ പാവയ്ക്കയുടെ കാര്യം പറഞ്ഞോണ്ട് കുറേ പേര് എനിക്ക് അതിന് പിന്നെ പാവയ്ക്ക എങ്ങനെ ചെയ്യണമെന്നുള്ളത് കമൻറ്റിൽ കൂടെ ഇട്ടു, അല്ലാതെ വാട്സപ്പിൽ കൂടെയും വോയിസ് മെസ്സേജ് ഇട്ട്. അപ്പം നമ്മുടെ ജോമാസും എൻ്റെ വേറെ സൗദിയിലുള്ള ഒരു സബ്സ്ക്രൈബറും സെയിം ഒരു റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നു. ഉപ്പ് കൂടിയാൽ എന്തോ ചെയ്യണമായിരുന്നു എന്നുള്ളത്, തൈരിൻ്റെ അകത്തത് പൊടിച്ചിടാൻ പറഞ്ഞായിരുന്നു. പിന്നെ നമ്മുടെ എൻ്റെ ഒരു പഴയ സബ്സ്ക്രൈബറാണ് പുഷ്പലത എനിക്ക് ഫസ്റ്റ് സ്റ്റെപ്പ്, സെക്കൻഡ് സ്റ്റെപ്പ്, തേർഡ് സ്റ്റെപ്പ്, അങ്ങനെ ഓരോ സ്റ്റെപ്പായിട്ടാണ് അതെങ്ങനെ ചെയ്യണമെന്ന് അവർ അത്രയൊക്കെ ടൈപ്പ് ചെയ്ത് ഇടുക എന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടല്ലേ. എനിക്ക് സത്യം പറഞ്ഞാൽ അതൊക്കെ കണ്ടോണ്ട് അയ്യോ ഇത്രയും എനിക്ക് വേണ്ടി അവർ സമയം സ്പെൻഡ് ചെയ്തല്ലോ എന്നുള്ളൊരു വലിയൊരു സന്തോഷം. ഞാനത് ചോദിച്ചാണ് ഇത്രയും പേര് റെസിപ്പിയൊക്കെ ഇങ്ങനെ ചെയ്താൽ മതിയെന്ന് പറഞ്ഞല്ലേ. ഇനിയും പാവയ്ക്ക വാങ്ങിക്കുവാണെങ്കിൽ അതുപോലെ ചെയ്യാം ഞാൻ. ഓക്കെ, ഇങ്ങനെ ആ കമൻറ്റ് ഇപ്പം എനിക്ക് മാത്രമല്ല വേറെ അറിയാൻ വയ്യാത്തവരുണ്ടെങ്കിൽ ആ കമൻറ്റ് മിക്ക ആൾക്കാരും കമൻറ്റ് ഇടുന്നുണ്ടെങ്കിൽ കമൻറ്റ് വായിക്കും. അപ്പം പലർക്കും പ്രയോജനമാകുമല്ലേ. ഓക്കെ, പിന്നെ ഹിന്ദി പാഠശാല പറഞ്ഞായിരുന്നു പ്രൈസമ്മൻ്റെ ടീഷർട്ട് നല്ലതാണ്. ഞാൻ അവനോട് പറഞ്ഞു കേട്ടോ, അവൻ ചിരിച്ച് അവനേടാ അതിൻ്റെ ടീഷർട്ട് കൊള്ളാമെന്നൊരു ആൻറ്റി പറഞ്ഞിട്ടുണ്ടെന്ന്. പിള്ളേരാകുമ്പോൾ ഇതൊക്കെ നമ്മൾ പറഞ്ഞാൽ അവർക്കൊക്കെ ഒരു ഭയങ്കര സന്തോഷം കേട്ടോ. ഒരു ഗ്ലാസ് ജവാറ് കുറച്ച് ഉലുവായും കൂടെ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് 1/2 ഗ്ലാസ് പച്ചരിയും 1/2 ഗ്ലാസ് ഉഴുന്നൂടെ, ഇത് സെപ്പറേറ്റ് ഇത് സെപ്പറേറ്റ്. ഒന്ന് കഴുകി വെള്ളത്തിൽ ഇടട്ടെ. ചോറും മോരും തോരനൂടെ ചോദിച്ചാണേ വേണ്ട. അവന് ചപ്പാത്തിയും രാവിലത്തെ കുറുമ ഉണ്ടായിരുന്നു അതുകൂടെ ചോദിച്ചാണേ വേണ്ട. പിന്നെ ചപ്പാത്തിയും കാബേജും കൂടെ. ഇന്ന് ഫാസ്റ്റിങ്ങാ, എനിക്ക് വേണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞ് മര്യാദയ്ക്ക് കഴിക്കടാന്ന്. അവന് കൂട്ടാൻ ഇഷ്ടപ്പെടാത്തയാണെങ്കിൽ അന്ന് അവൻ പറയും ഞാൻ ഫാസ്റ്റിംഗ് എടുക്കുക, എനിക്കൊന്നും വേണ്ടാന്ന്. അപ്പം അന്ന് വൈകുന്നേരം റീച്ച നേരത്തെ വന്നതുകൊണ്ട് ഇപ്പം സമയം ഒരു 9:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഈ ഗ്രൗണ്ടിലൊന്ന് നടക്കാൻ വന്നതാണ്. ഈ സമയത്ത് ഇവിടെ ഒത്തിരിയും പേര് നടക്കുന്നുണ്ട്. വലിയൊരു ഗ്രൗണ്ടാണ്. അത് ഒരു റൗണ്ട് അടിക്കുമ്പം തന്നെ 10-15 മിനിറ്റ് കൂടുതലെടുക്കും. അപ്പം ഞങ്ങളൊന്ന് റൗണ്ട് അടിച്ചു. വന്നിട്ട് വന്ന വഴിക്ക് പാനിപ്പൂരി ഞങ്ങൾ അങ്ങനെയൊന്നും കഴിക്കുന്നതല്ല. അപ്പം കഴിഞ്ഞ ദിവസം ആരോ പറഞ്ഞു ഇവിടുത്തെ ഫുഡുകളൊക്കെ ഒന്ന് കാണിക്കണേന്ന്. അപ്പോൾ റീച്ചാൻ പറയാം എന്നാൽ വീഡിയോ എടുക്കാം, ഒരു പാനിപ്പൂരിയും കഴിക്കാമെന്ന്. അങ്ങനെ ഒരു പാനിപ്പൂരി കഴിച്ചതാണ്. ഇത് കഴിച്ച് ഇത് ഞാൻ പറഞ്ഞു അന്ന് ഞാൻ വീഡിയോ ഇട്ടില്ല, ഇത് മൊത്തത്തിൽ അങ്ങ് വായിടേണ്ടിയത്. മൊത്തത്തിൽ വായിട്ടോണ്ട് എൻ്റെ ചെവിക്കകത്ത് എരിവും കയറി. ഞാനങ്ങനെ ഇത് അധികം കഴിക്കാറില്ല. അപ്പം നമുക്ക് പ്രാക്ടീസ് ഇല്ലല്ലോ അധികം. വല്ലപ്പോഴും ഇന്ന് കഴിക്കാൻ പറഞ്ഞു. അതിൻ്റെ തൊട്ടപ്പുറത്ത് ഷവർമ ഉണ്ടാക്കുന്നുണ്ട്. ഇങ്ങനെ ഈ ഫുട്പാത്തിലെല്ലാ ആൾക്കാരാണ് വൈകുന്നേരം. അവിടെ എല്ലാ ആൾക്കാരാന്ന് വെച്ചാൽ എല്ലാ ആൾക്കാരാണ് ഇഷ്ടം പോലെ, ഏത് സ്ഥലത്താന്നേലും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുക കേട്ടോ. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.